ഹായ് എവരിവൺ, വെൽക്കം ടു എജസ് അക്കാദമി. നമ്മൾ മൈക്രോബയോളജിയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹാങ്കിങ് റോപ്പ് മെത്തേഡ് അല്ലെ. നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ലാബിൽ ചെയ്തിരുന്ന പ്രൊസീജിയറിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് നമുക്ക് കാണുമ്പോൾ, നമുക്ക് ബാക്ടീരിയ ഇങ്ങനെ മൂവ്മെന്റ് കാണുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു മൂവ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ, ബാക്ടീരിയൽ മൂവ്മെന്റ്. ബാക്കി സ്റ്റെയിനിങ്ങും കാര്യങ്ങളൊക്കെ, ബാക്കി ഐഡന്റിഫിക്കേഷൻ മെത്തേഡിലൊക്കെ ബാക്ടീരിയ നമ്മൾ കില്ലായിട്ടാണ് നമ്മൾ അതിനെ വിസിബിൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഹാങ്കിങ് ഡ്രോപ്പ് മെത്തേഡിൽ ആ ഒരു മോട്ടൈൽ ആയിട്ടുള്ള ബാക്ടീരിയ നമുക്ക് നേരിട്ട് നമ്മുടെ വിസിബിൾ ആയിട്ട് നമ്മുടെ കണ്ണുകൊണ്ട്, നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹാങ്കിങ് ഡ്രോപ്പ് മെത്തേഡ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ എന്താണ് ഹാങ്കിങ് ഡ്രോപ്പ് മെത്തേഡ്? ഡെമോൺസ്ട്രേറ്റ് ദ മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയ. ജസ്റ്റ് നമ്മൾ ബാക്ടീരിയയുടെ മോട്ടിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഹാങ്കിങ് ഡ്രോപ്പ് മെത്തേഡ്. ഡെമോൺസ്ട്രേറ്റ് ദ മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ മോട്ടിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, നമുക്ക് നേരിട്ടത് കാണാനായിട്ട് സാധിക്കുന്നു. ആരാണ് ഈ ഹാങ്കിങ് ഡ്രോപ്പ് മെത്തേഡ് ഇൻവെന്റ് ചെയ്തത്? റോബർട്ട് കോച്ച് ആണ്. റോബർട്ട് കോച്ച് നമുക്കറിയാം, നമുക്ക് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നറിയപ്പെടുന്ന റോബർട്ട് കോച്ച് ആണ്. അതുപോലെ തന്നെ റോബർട്ട് കോച്ചിന്റെ ഒരുപാട് നമ്മൾ പോയിന്റ്സും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോസേറ്റീവ് ഏജൻസ്, ട്യൂബർക്കിൾ ബാസിലെ, കോളറ, ആന്ത്രാക്സ്, അങ്ങനെയുള്ള കോസേറ്റീവ് ഏജന്റ് ഒക്കെ കണ്ടുപിടിച്ച റോബർട്ട് കോച്ച് ആണ്. അതിൽ ട്യൂബർക്കിൾ ബാസിലയുടെ ഡിസ്കവറിക്ക് അദ്ദേഹത്തിന് 1905 നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ റോബർട്ട് കോച്ചിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഈ ഹാങ്കിങ് ഡ്രോപ്പ് മെത്തേഡ്. എന്തിനായിരുന്നു? നമുക്ക് മൊട്ടയിലായിട്ടുള്ള ബാക്ടീരിയനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് അതിന്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് പ്രൈമർലി എംപ്ലോയിഡ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഓഫ് മോട്ടിലിറ്റി ഓഫ് ഫ്ലജലേറ്റഡ് ബാക്ടീരിയ. അപ്പോൾ നമ്മൾ മൊട്ടയിലായിട്ടുള്ള ബാക്ടീരിയ, നമ്മൾ ഫ്ലജലേറ്റഡ്, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലജല പഠിച്ചിട്ടുണ്ട് അല്ലെ. മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ്, അതുപോലെ അട്രൈക്കസ്, ഫ്ലജല ഇല്ലാത്ത അട്രൈക്കസ്, അങ്ങനെ ഷീത്തഡ് ഫ്ലജല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസും എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള മൊട്ടയിലായിട്ടുള്ള, അതായത് ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഹാങ്കിങ് ഡ്രോപ്പ് മെത്തേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇക്കോളെ, അതുപോലെ സ്യൂഡോമോണാസ് എയറോജനസ് ഒക്കെ ആയിരിക്കും നമ്മൾ ലാബിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഹാങ്കിങ് ഡ്രോപ്പ് ഉപയോഗിച്ച് നമ്മൾ നോക്കി മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ വീക്ഷിച്ചിട്ടുള്ളത് ഇക്കോളനെയും സ്യൂഡോമോണാസിനും ഒക്കെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ പ്രോട്ടോസോവ, അത് ട്രിച്ചോമോണാസ് വെജനാലിസ്, അതുപോലെ തന്നെ ജിയാർഡിയ ഇൻസ്റ്റന്റാലിസ്, അതുപോലെ ഇൻസ്റ്റന്റൈൽസ്, അതുപോലെയുള്ള അത്തരത്തിലുള്ള പ്രോട്ടോസോവയെ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, അതിന്റെ മോട്ടിലിറ്റി കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ അതിന്റെ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു മൊട്ടയിലായിട്ടുള്ള ബാക്ടീരിയനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പൊ എക്സാമ്പിൾസ് നമ്മൾ ഇക്കോളെ, സ്യൂഡോമോണാസ് എയറോജനോസും, അതുപോലെ നമ്മൾ പ്രോട്ടോസോവിൽ നോക്കുവാണെങ്കിൽ ട്രിച്ചോമോണാസ് വജനാലിസും, അതുപോലെ തന്നെ ജിയാർഡിയ ഇൻഡസ്റ്റൈനാലിസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ സെർവസ് വൺ ഓഫ് ദ ഇൻഡയറക്ട് മെത്തേഡ് ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ഫ്ലജല ബൈ ഒബ്സർവിംഗ് ദ മൂവ്മെന്റ് ഓഫ് ബാക്ടീരിയ. ഇതിലെന്താണ്? ജസ്റ്റ് ആ ഒരു ബാക്ടീരിയയുടെ മൂവ്മെന്റ് മാത്രമാണ് ഒബ്സർവ് ചെയ്യുന്നത് അല്ലെ. ജസ്റ്റ് അതൊരു ഇൻഡയറക്ട് മെത്തേഡാണ്, ഇൻഡയറക്ട് ഡെമോൺസ്ട്രേഷൻ ഒരു മെത്തേഡാണ്. ജസ്റ്റ് ആ ബാക്ടീരിയയുടെ മൂവ്മെന്റ് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ആൻഡ് അതർ ഇൻഡയറക്ട് മെത്തേഡ് ഫോർ ദിസ് പർപ്പസ് ഇൻക്ലൂഡ് ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പി ആൻഡ് ഒബ്സർവിംഗ് സ്പ്രെഡിംഗ് ഗ്രോത്ത് ഓൺ സെമി സോളിഡ് മീഡിയ. അതുപോലെ തന്നെ നമ്മൾ മോട്ടിലിറ്റി നോക്കുന്ന വേറെയും കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി. നമ്മൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പ് പഠിച്ചപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ മൊട്ടയിലായിട്ടുള്ള നമ്മൾ സ്പൈറോചീറ്റ്സിനൊക്കെ ഒബ്സർവ് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വേറെ ഒന്നാണ് സെമി സോളിഡ് മീഡിയ. സെമി സോളിഡ് മീഡിയയിൽ നമ്മൾ സ്റ്റാബ് പോലെ നമ്മൾ കൾച്ചറിന് നമ്മൾ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രീക്ക് ചെയ്യുമല്ലോ പ്ലേറ്റിലോട്ട്. അതുപോലെ തന്നെ നമ്മൾ സെമി സോളിഡ് മീഡിയ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റാബ് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് നമ്മൾ അതിന്റെ മോട്ടിലിറ്റി നോക്കാറുണ്ട്. ഇപ്പൊ ഈ ബാസിലസിലൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരുണ്ടായിരുന്നു, ഇൻവെർട്ടർ ഫിർട്ടറി അപ്പിയറൻസ്. ബാസിലസിന്റെ ഒക്കെ ഗ്രോത്ത് മോട്ടയിലാണ്. അപ്പൊ ഗ്രോത്ത് നമ്മൾ സ്റ്റാബില് കുത്തി ഇറക്കുമ്പോൾ ഇങ്ങനെ ഫുൾ ചുറ്റും ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇൻവെർട്ടർ ഫിർട്ടറി അപ്പിയറൻസ് എന്നാണ് നമ്മൾ ബാസിലസിനെ പറയാറ്. ബാസിലസിന് ഒരുപാട് പേരുകൾ, മെഡുസ ഹെഡ് അപ്പിയറൻസ്, അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ മെഡുസ ഹെഡ് അപ്പിയറൻസ് പോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഇൻവെർട്ടർ ഫിർട്ടറി. അതായത് ഇപ്പൊ നമ്മൾ സെമി സോളിഡ് മീഡിയ ആണ്, അപ്പൊ നമ്മൾ സ്റ്റാബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓർഗാൻസ് ഇവിടെ ഇനോക്കുലേറ്റ് ചെയ്തു, അപ്പൊ ഗ്രോത്ത് ഇങ്ങനെ കാണും. ഓക്കെ, നമ്മൾ ഫിർട്ടറി പോലെ
അപ്പോൾ ഇൻവേർട്ടഡ് ഫിൽട്രി എന്നും കൂടി നമ്മൾ ബാസിലസിനെ പറയാറുണ്ട്. അപ്പൊ ആ പേരൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മള് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മോട്ടിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്, അതുപോലെ നമ്മൾ സെമി സോളിഡ് മീഡിയ, അതുപോലെ നമ്മൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടും നമ്മൾ മൈക്രോ ഓർഗാൻസിനെ ഒബ്സർവ് ചെയ്യും. അതായത് മൊട്ടൈൽ ആയിട്ടുള്ള ഓർഗാൻസിനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈവ് ആയിട്ട് അൺസ്റ്റെയിൻഡ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ സാധാ ലൈറ്റ് മൈക്രോസ്കോപ്പ് പോലെയല്ല ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. അതാണ് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത തന്നെ പറയുന്നത്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ പറഞ്ഞപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് നമുക്ക് അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള നമുക്ക് ലൈവായിട്ട് മൊട്ടൈൽ ആയിട്ടുള്ള ഓർഗാൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ ഓഫ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് പ്രൊസീജിയർ. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു കവർ സ്ലിപ്പ് ഉണ്ടാവും. കവർ സ്ലിപ്പിൽ നമ്മൾ 4 സൈഡിലും പെട്രോളിയം ജെല്ലി. ഓക്കെ, ഇതാണ് കവർ സ്ലിപ്പ്, ഇത് പെട്രോളിയം ജെല്ലി. ഓക്കെ, ഇതാണ് നമ്മുടെ കവർ സ്ലിപ്പ്, ഇത് പെട്രോളിയം ജെല്ലി ഇവിടെ 4 സൈഡിലും. അതിനുശേഷം നമ്മൾ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മൈക്രോബിയൽ സസ്പെൻഷൻ ഇവിടെ വെക്കുന്നു. ലിക്വിഡ് പാരഫിൻ പ്ലസ് മൈക്രോബിയൽ സസ്പെൻഷൻ. നമ്മൾ ആ ഒരു മൈക്രോബിയൽ കൾച്ചർ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ദ കവർ സ്ലിപ്പ് ബൈ ഡാബ്ലിംഗ് പെട്രോളിയം ജെല്ലി ഓൺ ദ കോർണേഴ്സ്. ഈ ഇമേജിൽ കാണിച്ച പോലെ നമ്മുടെ കവർ സ്ലിപ്പിന്റെ 4 കോർണറിലും പെട്രോളിയം ജെല്ലി ഉണ്ടാവുന്നു. ദെൻ പ്ലേസ് ലൂപ്പ് ഫുൾ ഓഫ് മൈക്രോബിയൽ സസ്പെൻഷൻ ഇൻ ടു സെന്റർ ഓഫ് കവർ സ്ലിപ്പ്. മൈക്രോബിയൽ സസ്പെൻഷൻ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ സെന്ററിൽ പ്ലേസ് ചെയ്യുന്നു. ദെൻ നമ്മുടെ കാവിറ്റി സ്ലൈഡ് എന്ന് വെച്ചാൽ കോൺകേവ് ഡിപ്രഷൻ. ബാക്കി എല്ലാ സ്ലൈഡും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ മാത്രം കാവിറ്റി സ്ലൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്ററിൽ ഒരു കുഴി പോലെ ഉണ്ടാവും. കോൺകേവ് ഡിപ്രഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ടേൺ ദ കോൺകേവ് ഡിപ്രഷൻ ഗ്ലാസ് സ്ലൈഡ് അപ്സൈഡ് ഡൗൺ ഓവർ ദ കവർ സ്ലിപ്പ്. അപ്പൊ നമ്മൾ ഇവിടെ കവർ സ്ലിപ്പ് വെച്ചിട്ട് ഇവിടെ കവർ സ്ലിപ്പ് ഉണ്ട്. കവർ സ്ലിപ്പിന് 4 സൈഡിൽ എന്തുണ്ട്? പെട്രോളിയം ജെല്ലി ഉണ്ട്. സെന്ററിൽ എന്തുണ്ട്? നമ്മുടെ മൈക്രോബിയൽ സസ്പെൻഷൻ ഉണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലൈഡ് തിരിച്ചിട്ട് മേലോട്ട് വെക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കവർ സ്ലിപ്പ് ഉണ്ട്, നമ്മുടെ സ്ലൈഡ് തിരിച്ചിട്ട്, കാരണം സെന്ററിൽ ഒരു കോൺകേവ് ഡിപ്രഷൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങോട്ട് തല തിരിച്ച് ഇങ്ങനെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇൻവേർട്ട് ദ കോൺകേവ് ഡിപ്രഷൻ ഗ്ലാസ് സ്ലൈഡ് ടു പ്രൊഡ്യൂസ് എ ഹാങ്ങിങ് ഡ്രോപ്പ് ഓഫ് ദ സ്പെസിമെൻ. അപ്പൊ ആദ്യം കവർ സ്ലിപ്പ് വെക്കുന്നു, അതിൽ മൈക്രോബിയൽ സസ്പെൻഷൻ ഉണ്ട്, സ്ലൈഡ് തിരിച്ചിട്ട്, അതായത് കോൺകേവ് ഡിപ്രഷൻ ഇങ്ങനെ മേലെ വരുന്ന രീതിക്ക് മേലോട്ട് വെക്കുന്നു. അപ്പൊ 4 സൈഡിലും പെട്രോളിയം ജെല്ലി ഉള്ളതുകൊണ്ട് തന്നെ അത് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ അത് തിരിച്ചതിന് ശേഷമാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ബാക്ടീരിയ എല്ലാം ഓടിക്കളിക്കുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ മൈക്രോബിയൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവരും അത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. നമ്മളെ ലാബിൽ ഈ ടെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഹാങ്ങിങ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ബാക്ടീരിയ എല്ലാം ഓടി നടക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലെ. കറക്റ്റ് നമുക്കൊരു ലൈവായിട്ട് ബാക്ടീരിയ ഇങ്ങനെ മൂവ്മെന്റ് ഒക്കെ കാണുന്നത് നമുക്ക് ചിലപ്പോൾ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡിലൂടെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നുണ്ടാവും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ റിസൾട്ട്, ഈ ടെസ്റ്റ്, ഈ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ആ ഒരു മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്കിന്റെ. ഇത് നമ്മുടെ സ്ലൈഡ്. ഓക്കെ, ഇവിടെ ഒരു കോൺകേവ് ഡിപ്രഷൻ ഉണ്ട്. ഇത് നമ്മുടെ കവർ സ്ലിപ്പ്, സെന്ററിൽ നമ്മുടെ മൈക്രോബിയൽ സസ്പെൻഷൻ. ഈ 2 സൈഡിലും 4 സൈഡിലുണ്ട്. ഇത് ഇപ്പുറത്തുള്ള ഒരു ഇമേജ് ആണ്. ഈ 4 സൈഡിലും നമ്മൾ പെട്രോളിയം ജെല്ലി വെച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് വിത്ത് സ്പെസിമെൻ, നമ്മൾ മൊട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസം. ഇതാണ് ഇവിടെ ഫ്ലജല്ല ഉള്ളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ലോഫോട്രൈക്കസ് പോലെയാണ്, കാരണം ഒരു സൈഡിൽ ഫുൾ ഓഫ് ഫ്ലജല്ല. ഓക്കെ, അപ്പോൾ ഈ ഫ്ലജല്ല ടൈപ്പ് ഓഫ് ഫ്ലജല്ല വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ എക്സാമ്പിൾസും ഒന്ന് ഓർത്തിരിക്കണം, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ഇത്രയേ ഉള്ളൂ. വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, നമ്മുടെ ബാക്ടീരിയ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ വളരെ കുറച്ച് ഇമ്പോർട്ടന്റും കുറച്ച് ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. അപ്പോൾ റോബർട്ട് കോച്ച് ആണ് ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് ഓർത്തിരിക്കുക. ഒരു കുഞ്ഞി സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്